is our Claire and this is our Clara. സ്കാൻ ചെയ്തു. അവരാദ്യം എല്ലാം ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ട്വിൻസ് ആണ്. ഓൾറെഡി ഞങ്ങള് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കിളി പോയി. അനുവിന്റെ കാര്യം പറയാം. ഞങ്ങള് വിക്ടറി ആയതുകൊണ്ട് നമുക്ക് റെഗുലർ ആയിട്ട് ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ്സ് ആദ്യമേ തൊട്ട് പറയായിരുന്നു. 2 ഗേൾസ് നവംബർ 19th എന്നുള്ളത് നവംബർ 15th ആയി. അങ്ങനെ ഞങ്ങൾ നവംബർ 15th എന്നുള്ള ഡേറ്റ് നോക്കിയിരിക്കലായിരുന്നു. അവര് നമുക്ക് ചോയ്സ് തന്നു. എന്ന് വെച്ചാൽ അത്രയും എമർജൻസി അല്ല, പക്ഷെ 1 വീക്ക് മുമ്പ് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് അവിടെ സ്ലോട്ട്സ് അവൈലബിൾ ആയത് തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരുന്നു. തേഴ്സ്ഡേ ഫ്രൈഡേ ഏതെങ്കിലും എടുക്കാൻ പറഞ്ഞു. കിറ്റോന്റെ ലീവും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് 15th ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പൊ 15th പോണതിന് മുമ്പ് നമുക്ക് 19th ഒരു പ്രീ അസസ്മെന്റിന് അവിടെ പോകണം. അവിടെ പോണെന്ന് വെച്ചാൽ 14th നമ്മുടെ ബ്ലഡ് സാമ്പിൾ കൊടുക്കാനായിട്ടും പിന്നെ സിസേറിയന്റെ ബേസിക് എന്തൊക്കെയാന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ 14th എല്ലാം പറഞ്ഞു. 14th നമ്മള് ഇവിടെ തന്നെ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോവായിരുന്നു. ചെന്നു, ബ്ലഡ് എടുത്തു. അവരെന്തോ നെക്സ്റ്റ് ഡേ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു ഡ്രിങ്ക് ഒക്കെ തന്നു. എന്തൊക്കെ കൊണ്ടുവരണം, എത്ര ഡ്രസ്സ് കൊണ്ടുവരണം. അങ്ങനെ നമ്മള് ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് ഡേ 7 o'clock അവരവിടെ വരാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ നമ്മള് ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് രാവിലെ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു അറിയോ ഫീല്? ശരിക്കും പറയാം, രാവിലെ എണീറ്റ് അപ്പൊ ഞങ്ങൾ അലാമൊക്കെ വെച്ച് രാവിലെ അപ്പൊ ഞങ്ങൾ കുഞ്ഞൊരു ബാഗൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് കിറ്റാണെങ്കിൽ അവിടെ കിറ്റ് എക്സൈറ്റഡ് ആയ കാര്യങ്ങൾ ഞാൻ പറയാട്ടെ. അപ്പം സെന്റ് ജോൺസിൽ വെച്ച് തന്നെ കൺസെന്റ് ഫോം സൈൻ ചെയ്യിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ അടുത്ത് സിസേറിയനിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. ട്വിൻ പ്രഗ്നൻസി അതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് ലാസ്റ്റ് ഒരു കാര്യം ചോദിച്ചു. അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവര് നമ്മളെ അസിസ്റ്റ് ചെയ്യണേര് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നേര് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യണേര് നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. എന്റെ കിറ്റോനോട് വന്നിട്ട് ചോദിച്ചു കുഴപ്പമുണ്ടോ, കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ അവർ നിൽക്കൊണ്ടെങ്കിലും പ്രശ്നമുണ്ട്. പിന്നെ അതിനെന്താ പ്രശ്നം, അവർ വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ, സാധാരണ ഞങ്ങളിവിടെ പുറത്തു പോകുമ്പം എന്തെങ്കിലും ടീഷർട്ട് ഇട്ടുണ്ടോ പോണ ആള് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണ സമയത്ത് നല്ല നാന്തരം ഷർട്ടുകളൊക്കെ എടുത്ത് വെക്കുന്നത്. എന്തോ നമ്മള് പ്ലാൻ ചെയ്ത് ടൂറൊക്കെ പോകുമ്പോ നമ്മൾ നല്ല ഡ്രസ്സ് എടുത്ത് വെക്കൂലേ, അതേപോലെ നല്ല ഡ്രസ്സസ് ഒക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് പോവാണ് അവിടെ പോയിട്ട് ഷോ ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കിറ്റ് എക്സൈറ്റഡ് ആയത് അവിടുത്തെ ഫുഡ്, ക്യാൻറ്റീൻ ഫുഡ് അവൻ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി കിറ്റോന് സ്കോട്ടിഷ് ഫുഡ് ഭയങ്കര ഇഷ്ടം. എനിക്കും ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്നിപ്പോ ഇഷ്ടമായി തുടങ്ങിയിട്ട് ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ വൈബ് എന്ന് വെച്ചപ്പോ എല്ലാരും എക്സ്പെക്ട് ചെയ്യണത് ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കും, ഓപ്പറേഷൻ അല്ല. അപ്പം എല്ലാരും വെച്ചാലും ഇടി നീ മെന്റലി പ്രിപ്പയർഡ് ആയോ എന്നൊക്കെ ഒന്നുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് പിന്നെ മെന്റലി ഞാൻ എന്തിനാ പ്രിപ്പയർ ആവണം, ഇത്ര അവരല്ലേ ഞങ്ങൾക്ക് 2 പിള്ളേരെ കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അവർ നോക്കണം, അത്രയല്ലേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ, ആരും ഉറങ്ങണല്ല. പക്ഷെ ഞങ്ങള് 2 പേരും വേറെ വൈബായിരുന്നു. ഞങ്ങള് ഫുൾ ഉറക്കം, ഞങ്ങള് ചില്ലായിരുന്നു. കാരണം ഞങ്ങള് നോക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കിറ്റന്റെ ഒപ്പം ഞങ്ങള് ഹോളിഡേ മൂടായിരുന്നു. ആക്ച്വലി ഹോസ്പിറ്റലിൽ പോണ സമയത്ത് പാക്ക് ചെയ്യണ സമയത്ത് മൂടായിരുന്നു. തലേ ദിവസം ഞങ്ങൾ ഇരുന്ന് ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. നാളെ എന്റെ ഭാര്യയുടെ പ്രസവമാണ്, എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങള് ആക്ച്വലി ആ വൈബായിരുന്നു. ചിരിച്ച് കളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അലാം വെച്ച് എണീറ്റ്. പേടി എന്ന് പറയുന്ന സാധനം ഞങ്ങക്ക് ഉണ്ടായില്ല, ഞങ്ങള് ചില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഫുൾ പുതിയ എക്സ്പീരിയൻസ് ആണ്. നല്ല ഹോസ്പിറ്റൽ, നല്ല സറൗണ്ടിങ്സ്. പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ രാത്രി വിളിച്ചു കഴിയുമ്പം ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളോട് നിങ്ങൾക്ക് പേടിയില്ലേ? ചിലപ്പോ ഞങ്ങളില്ല. അപ്പൊ ഞങ്ങളെ പേടിക്കാനുള്ള ബുദ്ധി ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഞങ്ങൾക്ക്. അങ്ങനെ നമ്മള് ഭയങ്കര കൂളായിരുന്നു. ആക്ച്വലി അത് നല്ല രസമായിരുന്നു.
ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ ഡെലിവറി ഡേറ്റ്. 7 മണിക്ക് വരെ എത്താൻ പറഞ്ഞു. നമ്മളപ്പോൾ ടാക്സിയൊക്കെ വിളിച്ച് ഇവിടെ എത്തി. ഇതുവരെ ഓൾ ഗുഡ്. ഞങ്ങളിപ്പോൾ അതേ മെറ്റേണിറ്റി വാർഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ അവിടെ അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ്. ഞങ്ങൾ ടാക്സി ഡ്രൈവർ കൊണ്ടുവന്ന് ഇറക്കി അതിൻ്റെ അകത്തേക്കൂടെ കയറിക്കോളം പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ആവേശം കൂടുതലായോണ്ട് മെറ്റേണിറ്റി എഴുതി വെച്ചിരിക്കുന്നത് കയറി വന്നപ്പോ അവിടെ മെറ്റേണിറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആരോമാർക്ക്. ഞങ്ങൾ ആ ബോർഡിന്റെ അടുത്ത് നിന്നിട്ട് നടന്നു നിന്ന് ആക്ച്വലി നമുക്ക് ആ മെയിൻ എൻട്രൻസിന്റെ അവിടെയാണ് അവര് നമ്മളെ ഇറക്കിയത്. നമുക്ക് അതുവഴി അകത്തോട്ട് കയറി പോയാൽ മതിയായിരുന്നു. ഞങ്ങക്ക് ഇച്ചിരി ആവേശം കൂടുതൽ. നല്ല രസമുണ്ട് സ്ഥലമൊക്കെ കാണാനായിട്ട്. ഓക്കെ, സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചുറ്റി തിരിച്ചവിടെ വന്നു. പിന്നെ അവിടത്തെ ഒരു പെണ്ണോട് ചോദിച്ച് അതിന്റെ അകത്തേക്കൂടെ. അപ്പം കയറുന്ന സമയത്ത് എന്താ അതിന്റെ അകത്ത് M&S ഫുഡ്സ്, പിന്നെ എന്തായിരുന്നു അപ്പൊ നമ്മൾ നോക്കുമ്പോ കടകളൊക്കെ കിറ്റോ എക്സൈറ്റഡ്. ഹോസ്പിറ്റൽ ഫീൽ ഇല്ല അതിന്റെ അകത്ത് കയറിയിട്ട്. നല്ല രസം കാണാനായിട്ട്. അതെ. നമ്മൾ ഏത് വാർഡിൽ ചെല്ലണമെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തലേ ദിവസം ചെന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ വാർഡായിരിക്കും തരുന്നത്, അപ്പോൾ എനിക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ, കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്വിൻസ് ആണെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓ നിങ്ങൾക്ക് ട്വിൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ സിംഗിൾ റൂം തരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അന്ന് രാവിലെ 15 രാവിലെ ചെന്നപ്പം അവർ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു റൂം തന്നു. അപ്പോഴും ഹാപ്പി, എക്സൈറ്റഡ്. എനിക്ക് റിക്ലൈനർ ആണ്, നീണ്ടു നിവർന്ന് കിടക്കായിരുന്നു. കിറ്റ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോ കസേര എക്സ്പെക്ട് ചെയ്ത ആൾ കിട്ടിയത് റിക്ലൈനർ. പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അവര് കയറി വന്നു കഴിഞ്ഞാ എടാ മോനെ നമ്മളിപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നു, നമുക്ക് ഓപ്പറേഷനുണ്ട്, ഇവിടെ കിടന്നാ മതിയാ. അവിടെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ കിടക്കാൻ വലിയ സുഖം ഉണ്ടായില്ല. രണ്ടും രണ്ട് ഇതായിരുന്നു സൈസ്. അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അവര് വന്നു നമുക്ക് ജസ്റ്റ് അവർ ഓരോരുത്തർ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെന്താ ചെയ്യാൻ പോണേന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് അതിന് മുമ്പ് പറഞ്ഞു തരും. അല്ലാണ്ട് ഇവരെന്താ ചെയ്യണേന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ ഇരിക്കത്തില്ല. അപ്പൊ രാവിലെ തന്നെ നമ്മൾ അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോണ ഡോക്ടർ നമ്മളെ വന്ന് കണ്ട്. പിന്നെ നമുക്ക് അനസ്തേഷ്യ തരാൻ പോകുന്ന ആൾക്കാർ നമ്മളെ വന്നുണ്ട്. അവര് നമ്മുടെ അടുത്ത് എല്ലാം സംസാരിച്ചു പറഞ്ഞു തന്ന് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭയങ്കര കൂളായിട്ട്. എന്താ നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വർത്താനം പറയണ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞത്. മിഡ്വൈഫ്സ് വന്നു, സംസാരിച്ചു. അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ പോണ മേജർ ആയിട്ടുള്ള എല്ലാവരും റൂമിൽ നമ്മളെ വന്ന് കണ്ട് നമ്മുടെ സംസാരിച്ച് നമ്മളെ ഭയങ്കര കംഫർട്ടാക്കി. പിന്നെ അവര് റെഗുലർ ഇന്റർവെൽസിന് നമ്മുടെ അടുത്ത് വന്ന് ചായ വേണോ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവക്ക് അന്ന് രാവിലെ 2 മണി വരെ കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളം മാത്രം. പക്ഷെ എക്സ്പ്ലോർ ചെയ്യേണ്ട ആള് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിരുന്നു. അവര് വന്ന് വിളിച്ചു നമ്മളെ. ഒരാള് വന്ന് നമ്മളെ വിളിച്ച്. ആ നഴ്സിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇല്ലേ? ഓർക്കണല്ലേ? വെറുതെ ആക്ടിങ് ആണ്. കിട്ടാനറിയാം. അത് കഴിഞ്ഞ് ചെന്ന് പിന്നെ നേഴ്സ് ഞാൻ ഇതേപോലെ വർത്താനൊക്കെ എന്ന് വെച്ചാൽ നല്ല രസം. എനിക്കും ഡ്രസ്സ് മാറാനുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് മാറി ഇറങ്ങി വന്നപ്പോ നമ്മുടെ 2 പേരുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് അത് അവിടെ നിൽക്കുന്ന ഫോട്ടോ അവരെടുത്ത് തന്നത്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു. ടെൻഷനൊന്നും അപ്പോഴും ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയില്ല. എന്താ നടക്കണേന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ആയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ചെന്ന് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ല 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 ആംബിയൻസ് ആയിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും തോന്നത്തില്ലായിരുന്നു. അല്ലേടാ?
അത് തന്നെ അങ്ങനെ ഒരു ലൈറ്റും മുകളിലുണ്ട്. അതെ, ലൈറ്റും കുറെ ലൈറ്റ്സും ഒക്കെ ഇട്ട് പാട്ടും വെച്ച് ചില്ലായിട്ട് ഡാൻസും കളിച്ചോണ്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്ന് പാട്ടൊക്കെ കേൾക്കണം. സാധാരണ ഈ ഹാർട്ട് ബീറ്റിന്റെ ഇതല്ലേ, ഇവിടെ പാട്ടായിരുന്നു. ചെന്നപ്പോ തന്നെ നിങ്ങൾക്ക് വല്ല പ്ലേലിസ്റ്റ് ഉണ്ടോന്നൊക്കെ. അപ്പൊ ഞാൻ ഒരിടത്ത് നിന്നിട്ട് ചോദിക്കണേന്ന്. അപ്പൊ എന്താ വേണ്ട, അപ്പൊ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു ഞങ്ങള്. എന്നിട്ട് അവര് കുറെ തുള്ളാനൊക്കെയുള്ള പാട്ടൊക്കെ ഇട്ട് അവര് ഡാൻസ് കളിക്കുന്നു. അവിടെ സർജൻസ് എല്ലാം അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യുന്നു. ഇടയ്ക്ക് അവരൊന്ന് നമ്മളെ കംഫർട്ടാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ആളിനെ വെളിയിലെടുത്തു. ഫസ്റ്റ് എന്ന് വെച്ചാൽ കിറ്റോ കാണുന്നുണ്ടായിരുന്നു. കിറ്റോ ഞാനും കാണുന്നില്ല. ഫേസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ടിരിക്കുകയായിരുന്നു. ഇവൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പണി ചെയ്യണം. എനിക്ക് അനസ്തേഷ്യ തന്നു. അപ്പം ഇവിടം തൊട്ട് നമ്പായിട്ടിരിക്കും. എനിക്കൊന്നും ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് ഒന്നും അറിയണമില്ല. അവരവിടെ എന്തോ പണി എടുക്കുന്ന താഴെ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു. അവരവിടെ പാട്ട് വെച്ചേക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കാഷ്വലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അവിടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് താഴെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കിറ്റോ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണുണ്ട്. ഇപ്പത്താണ് ഓപ്പറേഷൻ നടക്കണത്. മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ബാക്കിലിരിക്കണേ. ഇവൻ എന്നെ ഫേസ് ചെയ്തിരിക്കണേ. ഇവനാരെയും കാണാൻ പറ്റുന്നില്ല. ഇവൻ ആ വിഷമമൊക്കെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എന്നോട് പറയാണ്, എനിക്ക് പിള്ളേരൊന്നും കാണാൻ പറ്റുള്ളാന്ന്. അവനാണെങ്കിൽ തിരി ഞാൻ പറഞ്ഞു നോക്കണ്ടാന്നു. കാണാനും പറ്റത്തില്ല. മൊത്തം നമ്മുടെ എന്റെ തലവഴി ഇവിടെ തൊട്ട് ഇങ്ങനെ ഫുൾ ഹൈഡ് ചെയ്ത് കിറ്റോ എടുത്തിരിക്കുന്നു. പിന്നെ അപ്പം ഇപ്പഴത്തെ വന്ന് നമ്മുടെ അടുത്ത് നേഴ്സ് ഇങ്ങനെ പറയേണ്ടത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കും, ഇപ്പൊ തീരും. എനിക്ക് ഇപ്പൊ എപ്പൊ തീർന്നാലും കുഴപ്പമില്ല. കാരണം ഞാനൊന്നും അറിയില്ല. ഞാൻ ഭയങ്കര കംഫർട്ട് ആയിരിക്കും. ഞാൻ കിറ്റോന്റെ മുഖത്തേക്ക് ഇരിക്കുന്നു. ഞങ്ങള് വർത്താനം പറയുന്നത്, ചിരിക്കുന്നു, കളിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നടക്കണത്. ഒരാളെ ഇപ്പൊ എടുക്കുമെന്ന് പറയും. അപ്പോഴേക്കും ആ പെണ്ണുണ്ടായിരുന്നു ഒരാളിപ്പോ എടുക്കുന്നു. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയി. എങ്ങനെ ഇരിക്കും, എങ്ങനെ വരും? കാരണം നമ്മുടെ വയറ്റിലുണ്ടായ കൊച്ചാണല്ലോ, ഇത് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ്. അപ്പോഴേക്കും ഫസ്റ്റ് ആളുടെ കരച്ചില് കേട്ടു നമ്മള്. ഇവളെ പുറത്തെടുത്തപ്പോഴേക്കും ഇവള് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് സന്തോഷം എന്തോ ഒരു ഭയങ്കര ഒരു ഫീൽ വന്നു. ഞാൻ കണ്ടില്ല, പക്ഷെ എനിക്ക് ആ കരച്ചില് കേട്ടപ്പോ എനിക്ക് എന്തോ നാപ്കിൻ കൊണ്ട് ഇങ്ങനെ തൊട്ടാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവന്റെ ഉണ്ടായതാണ്. അവരെന്തായിരുന്നു നിനക്ക് സങ്കടം വന്നില്ലേ? അവരെനിക്ക് നീ കരയായിരുന്ന? ഞാൻ പിന്നെ മുഖം കണ്ടില്ലട്ടാ. ഞാൻ പക്ഷെ അപ്പൊ പിന്നെ മുഖത്ത് നോക്കിയില്ല. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് കാണണമെന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പൊക്കുമ്പോ എങ്ങനെ കണ്ടാലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് തലമാറ്റി. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ തന്നെ ഫസ്റ്റ് ആളെ കൊണ്ട് അപ്പൊ അത് കാണിച്ചോടാ. അപ്പൊ തന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നേരെ കൊണ്ടുപോയിരുന്നു. അപ്പൊ തന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഇങ്ങനെ വെള്ള എന്തൊക്കെയോ സാധനം മുഖത്ത് അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. കരയണുണ്ടായി അപ്പൊ അവള്? ഇല്ലെന്നോ? ഇല്ല, ആദ്യം ഒന്ന് കരഞ്ഞു. പിന്നെ അവര് നേരെ എന്തുവാ ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നു. ടൂ സ്മോൾ ടൂ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ പറഞ്ഞോണ്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ. അപ്പൊ ഇവളുടെ ആദ്യം കാലെടുത്തു, അവളുടെ തലേന്ന് എടുത്തു. അപ്പൊ അവൾ ആദ്യം കരയാൻ തുടങ്ങി. പിന്നെ ഇവളുടെ പയ്യെ അപ്പൊ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ലെഗ്സ് കമ്മിങ് ഔട്ട്, ഹാൻഡ്സ് കമ്മിങ് ഔട്ട് എന്നും പറഞ്ഞിട്ട് പിന്നെ തലയെടുത്ത് അപ്പൊ തന്നെ രണ്ടാമത്തെ ആളെയും കാണിച്ച്. രണ്ടുപേരുണ്ട്. ഓക്കെ, പിള്ളേരുണ്ട് എന്തായാലും കാണിച്ചപ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവന് വേണമെങ്കിൽ പോവാം പിള്ളേരെ ക്ലീൻ ചെയ്യുന്ന അടുത്തേക്ക്. അപ്പൊ എന്നോട് പൊക്കോട്ടെന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. ഇവൻ പിള്ളേരുടെ അടുത്തോട്ട് പോയി. അവിടെ എന്ന് വെച്ചാല് പിള്ളേരെ രണ്ടുപേരും മറ്റേ ലൈറ്റിന്റെ അടിയിൽ കടത്തിയിട്ട് അവരെ മൊത്തം ക്ലീൻ ചെയ്ത് കുറച്ചുകൂടെ കോഡ് ബാക്കി ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് സ്മോൾ ആക്കിയിട്ട് മറ്റേ ക്ലിപ്പിട്ട് അങ്ങനെ ചെയ്ത് മൊത്തം ക്ലീൻ ആക്കി. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കായിരുന്നു. ഇവർ രണ്ടുപേരും അതിന്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഇവളുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. രണ്ടുപേരെ ഇല്ല, ഒരാളെ ആദ്യം ഇവളെ കൊണ്ടുവന്നു. അപ്പൊ ഞാനവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. പക്ഷെ അവര് എന്നെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു നേഴ്സ് എന്റെ അടുത്ത് വന്നിരുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ അടുത്തിരിക്കണോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്റെ അടുത്തൊന്നും വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിക്കോ, ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു ഇതൊന്ന് സെറ്റ് ആവാനായിട്ട്. ഞാൻ പറഞ്ഞില്ല വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന്, കാരണം ഞാൻ എക്സൈറ്റഡ് ആണ് ഇവരെ കാണാൻ വേണ്ടിട്ട്. പിന്നെ അപ്പം എനിക്കിങ്ങനെ അപ്ഡേറ്റ്സ് തന്നോണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരി വന്നോണ്ട് പറയും അവരുടെ വൈഫൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ കാണാൻ പറ്റും. എന്നുവെച്ചാൽ പിള്ളേരോട് പറയണത് നമ്മുടെ അടുത്ത് ഭയങ്കര ക്യൂട്ടായിട്ട് വന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവർ രണ്ടുപേരും പിങ്ക് കളർ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ
കൊണ്ടുവന്നു നമ്മുടെ അടുത്തേക്ക്. ഇവളുടെ വിറ്റാമിൻ കെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന് ഞാനും കാണിച്ച് വന്നു. ഇവനും വന്നു. എന്റെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവന്റെ കൊടുത്തു, ഒരാളെ ഫസ്റ്റ് ഇവളെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇവള് 2 100 ഉണ്ടായിരുന്നു, ഇവള് 1 900 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവളുടെ കാര്യം ഡോക്ടറിനോട് ഒന്ന് ചോദിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് കൊണ്ടുവന്നു. വൈറ്റമിൻ കെ അപ്പം എടുത്തിട്ടില്ലായിരുന്നു. കൊണ്ടുവന്നു കാണിച്ചു. രണ്ടുപേരും ഞങ്ങളുടെ കയ്യിലിരിക്കുകയായിരുന്നു, അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. റിക്കവറി റൂമിൽ വെച്ച് രണ്ടുപേരെയും മേത്ത് കിടത്തി സ്കിൻ ടു സ്കിൻ തന്ന്. പിന്നെ ഒന്നുമില്ല, അപ്പൊ തന്നെ അരമണിക്കൂറൊന്നും അവിടെ കിടന്നു. പിന്നെ നേരെ റൂമിൽ ചെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു. ഓപ്പറേഷൻ ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ 4 പേരും പെട്ടെന്ന് റൂമിൽ വന്നു. അതെ, ഇവര് 2 പേരും അവിടെ കിടത്തി. സാധാ പോലെയായിരുന്നു നമ്മളല്ലേ, സാധാ പോയില്ലേ. 2 പേര് നമ്മുടെ കൂടെ വന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് പോയപ്പോ 2 പേരായിട്ട് നടന്നു പോയി. വന്നപ്പം ഇവരിതിങ്ങനെ ഇവിടെ ഇട്ടിട്ട് ആണ് കൊണ്ടുവന്ന് കുറച്ചേരം സ്കിൻ ടു സ്കിന്നൊക്കെ കൊടുത്ത് പിന്നെ അവര് ഫീഡ് ചെയ്യിച്ച്. പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു, ടെമ്പറേച്ചർ എല്ലാം ഓക്കെ ആണോ, അങ്ങനെ ഇവൾക്ക് പ്രഷറൊക്കെ ഓക്കെ ആണോ, അതെല്ലാം ചെക്ക് ചെയ്തു. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മള് ഓക്കെ റെഡിയായി, വരാനായിട്ട് റെഡിയായി. ഇവക്ക് അതിന്റെ ഇടയ്ക്ക് പ്രഷർ ഒന്ന് ഡൗൺ ആയി. അത് നമ്മള് ഫസ്റ്റ് ഒന്ന് നിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും കണ്ണിക്കൂടൊക്കെ ഇരുട്ടൊക്കെ കയറി. അവര് പറഞ്ഞായിരുന്നു അത് വരും, കാരണം നമ്മൾ ഇത്രയും ഓർഗൻസ് ഒക്കെ മിസ്പ്ലേസ്ഡ് ആയിട്ട് അത് അതിന്റെ സ്ഥലത്തേക്ക് വരും, നമ്മുടെ ബോഡിക്ക് ഒരു ബാലൻസ് കുറവ് വരും. അപ്പം അങ്ങനെ വന്ന് ജസ്റ്റ് അന്ന് മാത്രം പ്രഷർ ഒന്ന് ഡൗൺ ആയി. പക്ഷെ അത് വന്ന് കിടന്നപ്പോ തന്നെ ഓക്കെ. അത് ആ ഡൗൺ ആയ സമയപ്പോഴേക്കും നമ്മുടെ റൂമിൽ എല്ലാവരും എത്തി, ഡോക്ടേഴ്സ് വന്ന് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു, വേറെ ഒന്നുമില്ല. ഞങ്ങള് ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ഡേ പക്ഷെ ഞങ്ങള് ഇവളമാര് രാത്രി പ്രശ്നമായിരുന്നു. അത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. സെക്കൻഡ് ഡേ തൊട്ട് ഞങ്ങള് സെറ്റായി. ഞങ്ങള് ഇവരുടെ റുട്ടീനിലേക്ക് മാറി. ഇവരും സെറ്റായി. ഇവരും അധികം അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായില്ല. 3-ാം ദിവസം അങ്ങനെ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, ഫുൾ ടൈം ഉറക്കമായിരുന്നു. പിന്നെ 4-ാം ദിവസം ഇവ രാവിലെ വന്നിട്ട് ഇവൾക്ക് ഡിസ്ചാർജ് ആയി, ഇവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പിള്ളേരുടെ കുറെ വെയിറ്റും ജോണ്ടീസിന്റെ അങ്ങനെ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അതെല്ലാം ഓക്കെ ആയി. അങ്ങനെ ഞങ്ങള് രാത്രിയായിരുന്നു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ചാർജ് ആയി. നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മളെ കൊണ്ടുവരുമായിരുന്നു, 2 പേരെയും കാർ സീറ്റിലൊക്കെ വെച്ച്. ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇടാം. 2 പേരും കാർ സീറ്റിലേക്ക് പിടിച്ചോണ്ടിരുന്നു. வாழ்வின் மொழியே காலம் முழுதும் உன்னை ரசிப்பேன். ஆசை மழையே பேசும் அழகே என்னை மறந்து உன்னை இசைப்பேன். உனக்காக இனி நானும் வாழ்வேன் பிள்ளையே. திருக்கோவில் மணி போல கேட்கிறேன் உன்னை தாண்டி பேரழகு எதுவும் இல்லை இங்கே. ஜீவன் நீயே வாழ்வும் நீயே தெய்வம் தந்த வரம் നീയേ. പിന്നെ പേരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാരും വന്നിട്ട് ക്ലാര ആൻഡ് ക്ലാര, ഓ നൈസ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് വീട്ടിൽ വന്നു. ജീവൻ നീയേ വാഴ്വും നീയേ ദൈവം തന്ന വരം നീയേ. ജീവൻ നീയേ വാഴ്വും നീയേ ദൈവം തന്ന വരം നീയേ. പപ്പയും മമ്മിയും ഫസ്റ്റ് ഇവരെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് അവർക്ക് അങ്ങോട്ട് ദൂരമായത് കാരണം അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അവരെ ആദ്യമായിട്ട് കാണുന്നതിന്റെ അവരുടെ എക്സൈറ്റ്മെന്റ്
അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഞങ്ങള് ഹോസ്പിറ്റലിൽ പുറത്തോട്ട് ഇറങ്ങാണ്ട് ഇവര് നല്ല ചൂടത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് തണുപ്പൊന്ന് സെറ്റ് ആവാണ്ട് ഒന്ന് കരച്ചിലൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ഓക്കെ നമ്മള് വീട്ടിൽ വന്ന് അന്നും രാത്രി ഇച്ചിരി ഹൊറിബിൾ ആയിരുന്നു. ഇവർക്ക് സ്ഥലം മാറുമ്പോ ഇത്തിരി പ്രശ്നമുണ്ട്. ടെമ്പറേച്ചർ ഒക്കെ റെഡി ആകാനുണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ 2 പേരായി തുടങ്ങിയ ജേണിന്ന് ഞങ്ങളിപ്പം 4 പേരായി. അതെ, ആനിവേഴ്സറിക്ക് മുന്നേ ഞങ്ങക്ക് 2 പാവകളായി കിട്ടി. ഞങ്ങള് ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ആണ് ആക്ച്വലി. ആദ്യമേ ദൈവത്തോട് നന്ദി, എല്ലാം കറക്റ്റായിട്ട് നടത്തി തന്നതിന്. എന്ന് വെച്ചാൽ നമുക്ക് കുറെ കൺഫ്യൂഷൻസും കുറെ കാര്യങ്ങൾ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് ഇത്ര ആയിട്ടുള്ളൂ, നമ്മള് സെറ്റിലായി തുടങ്ങിയപ്പോ നമുക്ക് ഞങ്ങള് ഫോം ചെയ്യണുള്ളൂ ആക്ച്വലി ഫാമിലി ലൈഫ് മര്യാദയ്ക്ക്. അപ്പൊ നമുക്ക് കുറെ ചാലഞ്ചസ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അതിന്റെ ടൈമില് കറക്റ്റ് ആയിട്ട് നടന്ന് എല്ലാം അതിന്റെ കറക്റ്റ് ടൈമില് ഓരോ കാര്യങ്ങളും ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച അയ്യോ ഇതെങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി അല്ലെങ്കിൽ ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പോലും അറിയാണ്ട് തന്നെത്താനെ നമ്മുടെ കയ്യിലേക്ക് വരുമായിരുന്നു. അങ്ങനെയാണ് ക്ലെയർ ആൻഡ് ക്ലാര ഉണ്ടായത്. കിറ്റോമൂലേക്ക് ക്ലെയർ ആൻഡ് ക്ലാര ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒപ്പം ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ ഞങ്ങക്ക് ഇത് അടിപൊളി മെമ്മറിയാണ്. അപ്പൊ എന്താ പറയാ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക. ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്, എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും. അതെ, യെസ്, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവര്. ടാറ്റാ.